ഇത് നിനക്ക് തിന്നാനോ നിന്റെ പശുവിന് തിന്നാനോ? അധികം ലോഹ്യൊന്നും വേണ്ട. വീട്ടിൽ പുതിയ വേലക്കാരി വന്ന ശേഷം അവിടെ ഇത്തിരി മാറ്റമൊക്കെ ഞാനും കാണുന്നുണ്ട്. നേര് പറഞ്ഞാൽ വന്നത് വേലക്കാരിയല്ല, ഒരു ദേവതയാണ്, അടുക്കള ദേവത. സത്യം പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? പറ, ആണോ? ഞാൻ പറഞ്ഞ നീ എന്തും ചെയ്യുവോ? എന്നാ ഈ വെള്ളത്തിലോട്ട് ചാട്. ചാടും. ചാട്. നേര് പറഞ്ഞ മുതലാളിക്കൊന്നും തോന്നരുത്. മക്കൾക്കൊക്കെ ഇത്തിരി കാറ്റുവീഴ്ചയുണ്ട്. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അല്ല, ഒന്നിച്ചുള്ള ഈ തടം തുറക്കലും വളവിടലും കളപറിക്കലും ചാക്കിൽ നിറക്കലും ഒക്കെ ഇത്തിരി കുറഞ്ഞു എന്ന് എനിക്കൊരു തോന്നൽ. ആ തോന്നൽ അനാവശ്യമാ. ഗോപികൃഷ്ണൻ ഇത്തിരി വിത്ത് വാങ്ങിക്കാൻ പോയി. ജയകൃഷ്ണൻ ഇത്രയും നേരം ഇവിടെ കിളയ്ക്കാനുണ്ടായിരുന്നു, ഇപ്പൊ ഒന്ന് കുളിക്കാൻ പോയി. എന്നാ എനിക്ക് പിഴച്ചു. മുതലാളി, ഞാൻ പറഞ്ഞത് അടിയോടെ വെട്ടിക്കള. അയ്യോ എന്റെ കാല്. ഇയാളെ കല്യാണം കഴിച്ച ഈ കുളം എന്റെ പേരിൽ എഴുതി തരുമോ? ഓ, എഴുതി തരാം. തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ 2 ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം. ഞങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയ്ക്കൊന്ന് കുളിക്കണ്ടേ? ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വരുമോ? ഏയ്, ആരും വരില്ല. നീ ധൈര്യമായിട്ട് കുളിച്ചോ. എന്നാ ചേട്ടനും ചാട്. ചാട്. ഇനിയൊരു കുളിയാവാ. ഇന്നെന്താ ഇത്ര നേരത്തെ? വയ്യ, ഒരു ഉഷാറില്ല. ഒപ്പം മക്കളുണ്ടെങ്കിലേ വെട്ടാനും കിളയ്ക്കാനും ഒക്കെ ഒരു സുഖമുള്ളൂ. അതാണ് നല്ലത്. മനസ്സറിഞ്ഞൊന്ന് കുളിച്ചാൽ ഒരു ഉഷാറ് വരും. 40, 41, 42, 43, 44, 45. 45 ആയുള്ളൂ. ഇത് ഞാൻ പൊട്ടിച്ചേരാം. എന്നാ മുങ്ങ. അത്രക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ നിന്നെ ഞാൻ കെട്ടിയിരിക്കും. വെറും വാക്ക് പറയരുതേ. വെറും വാക്കല്ല ജയകൃഷ്ണന്റെ വാക്ക്. എന്നേക്കാൾ കൂടുതൽ നേരം നീ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ നിന്നെ വെള്ളത്തിൽ വെച്ച് കിട്ടും. എന്നാൽ എണ്ണിക്കോ. കെട്ടിയില്ലേ? അപ്പോൾ കാണാം. കാണാം. 1, 2, 3, 4, 5, 7, 8, 9, 10. സുഖമായിട്ടൊന്ന് മുങ്ങി കുളിച്ചാൽ ക്ഷീണമൊന്ന് മാറും. കഴിവറ പോലെ കണ്ട തേവിടിശികൾക്ക് കലക്കി കുളിക്കാനാണോടാ കാരണവന്മാർ നിനക്ക് കുളം കുഴിച്ചു തന്നിരിക്കുന്നത്? സർവനാശം വരുത്താൻ ഓരോരോ സന്തതികള്. എന്റെ കയ്യിലോട്ടാടി വെള്ളത്തിൽ നിന്ന് അവള് പൊന്തി വന്നത്. കുടുംബമാഹാത്മ്യം പറഞ്ഞ് കുട്ടികൾക്ക് പാളത്തൊപ്പിയും കൊടുത്ത് പറമ്പിൽ കുഴികുത്താൻ വിടുമ്പോ ആലോചിക്കണം. ഇങ്ങനെ കുളത്തിലും കിണറ്റിലും ഒക്കെ ഓരോന്നോരോന്ന് പൊന്തും. ആ യശോദ അല്ലെങ്കിൽ ഇത്തിരി അധിപ്രസംഗം അച്ചമ്പി. മുതലാളിയെ കണ്ടപ്പോ മുങ്ങിയതാ. ഇത്രയും ഇവിടെ കഴിഞ്ഞെങ്കിൽ ചത്തേനെ. എന്നാ ഞാൻ ഒരു സത്യം തുറന്നു പറയാച്ച, അവര് തമ്മിൽ സ്നേഹത്തില. അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കല്യാണം കഴിപ്പിക്കുന്നതല്ല അന്തസ്. ആഹാ, അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു? ഏകദേശം അറിയായിരുന്നു. ഈ കുടുംബം കലക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോ നീ അതിന് കൂട്ടുനിൽക്കുക? വെട്ടിക്കൊല്ലണ്ടടാ അവനെ അവളെ. അല്ലെങ്കിൽ ഞാൻ കൊല്ലും. ജയിലെങ്കിൽ ജയില്. എന്നാലും മാനം വിറ്റൊരു ജീവിതത്തിന് ഞാൻ വഴങ്ങില്ല. ഇറങ്ങി വാടാ. ഇറങ്ങി വരാ. നിനക്ക് പണ്ടാരത്തിനെ കെട്ടണോടാ? എനിക്ക് അവളെ വേണ്ട, അവളെ വേണ്ട. എന്താ പിന്നെ നാട്ടിക്കരുത്. 3 പേരോടും കൂടാ പറയുന്നത്, മനസ്സിലായോ? രാജാവിൻ സ്വർഗം കൈവോടുതി വെക്കം പൊന്മാലൈ മയക്കം. പവിഴം ഇങ്ക വന്നതുക്കപ്പുറം ഊருக்கு പോകവേ ഇല്ലേ? പോകണമെന്ന് ആശയില്ലേ? പവിഴത്തിന് ഈ വീട് പിടിച്ചോ? ഈ ஞானப்பிடி என்ன பிடிச்சாச்சோ சொல்லு. நீங்க ரொம்ப நல்லவரு. ஏன் இன்னும் கல்யாணம் കഴിക്കില്ല? എന്റെ ഹൃദയം കാണാനുള്ള ഭാഗ്യം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായാലല്ലേ എനിക്കൊരു കുടുംബം ഉണ്ടാവൂ. എടുത്ത് താലോലിക്കാൻ. വിവരദോഷം പറയരുത്. ആണിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയാലൊന്നും പെണ്ണ് പ്രസവിക്കില്ല. അതിനിത്തിരി ചങ്കൂറ്റം വേണം. ആയ കാലത്ത് അത് കാണിക്കാതെ ഇപ്പൊ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നീ എവിടുന്നാ പൊട്ടി വീണത്? പൊട്ടി വീണൊന്നുമല്ല, മുളച്ചതാ. ചൂടാവാതറാ, അവളൊന്ന് പൊയ്ക്കോട്ടെ. ഒരു കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാര് ഈ ചുവരുകളൊക്കെ ബുക്ക് ചെയ്യാറില്ലേ? അതുപോലെ ഞാൻ ആ തമിഴ് പെൺകുട്ടിയുടെ മനസ്സിൽ ബുക്ക്ഡ് എന്നൊന്ന് എഴുതിയിട്ടുണ്ട്. ചങ്കുറ്റം കാണിച്ച് അത് മായച്ചേക്കരുത്. എനിക്ക് സഹിക്കില്ല. നീ ഒന്നും പറയണ്ട. അവള് നല്ലൊരു തമിഴ് കുട്ടിയാ. അവളൊന്നും നീ മുറിക്കകത്തേക്ക് കയറേ വേണ്ടു. ആകെ ഒരു പ്രകാശ.
ദാ കണ്ടില്ലേ എന്തൊരു പ്രകാശ. ഓടാ. നീ കുറച്ചു ദിവസം പൊള്ളാച്ചി പോയി നിൽക്ക്. ഒരു ടൂർ ഉണ്ടെന്നും പറഞ്ഞ് ഞാനും ഒപ്പം വരാം. നിന്റെ അണ്ണനാണെന്നും പറഞ്ഞ് നിന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവൻ വരും. നീ അവന്റെ ഒപ്പം ഇറങ്ങി തന്നാ മതി. പുറകിൽ ഞാനും ഉണ്ടാവും. ഭയപ്പെടാനൊന്നുമില്ല. അവനാള് കുഴപ്പക്കാരനല്ല. നിന്റെ അച്ഛനെങ്ങാനും നമ്മളെ തിരക്കി ഇവിടെ വരുന്നതിലും നല്ലത് ഒന്ന് അവിടം വരെ പോകുന്നതല്ലേ. കുട്ടന്നായർ എഴുതി വരുത്തിക്കാന്ന് വെച്ചാ ഇനി ഒന്നും പെട്ടെന്ന് നടക്കില്ല. പരമശിവ മാമ വരുത്, ഒളിഞ്ഞിക്കോ. കുഞ്ഞകത്ത് വല്ല പണിയെടുത്തോളൂ. ഇത് ഞാൻ തൊഴുത്തി കൊണ്ടുവന്നിടാം. നിന്റെ അണ്ണന് തമിഴും മലയാളവും എല്ലാം ഒരേ ശബ്ദ. നിന്റെ മുഖം കണ്ടിട്ട് നിനക്കവിടെ ഇഷ്ടമില്ലാത്ത കല്യാണം ആലോചിച്ച പോലെ ഉണ്ടല്ലോ പെണ്ണെ. ധൈര്യമായിട്ട് പോയിട്ട് വാ. ആ ബാഗിങ് തന്നെ പേടിക്കേണ്ട മുന്നിൽ നടന്നോ. ഞാൻ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. വേഗം നടക്ക്. തന്നോട് ആരുടെ കോപ്പി ഇതിലെ പോകാൻ പറഞ്ഞത്? ഞാൻ അവിടെ നിൽക്കുന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ വരാൻ പറഞ്ഞ ഇടവഴിയിൽ പരിചയമുള്ള 1-2 ആളെ കണ്ടു. ഇനിയിപ്പേ ഈ സഹോദര ബന്ധം ഇതോടെ മറന്നേക്കണം. രഹസ്യമാണെന്നും വിചാരിക്കണ്ട, പരസ്യം തന്നെ. താനിത് ആരോടെങ്കിലും പറഞ്ഞാലും വലിയ പ്രശ്നമില്ല. പോ. ശരി. അണ്ണൻ എപ്പടി? പാത്താ കാലം മാതിരി ഇരിക്ക്. സാരമില്ല. സമാധാനപരമായ കുടുംബജീവിതത്തിലേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. ഇനിയിപ്പോ എങ്ങോട്ടാ? നേരെ പൊള്ളാച്ചിക്കോ അതോ പോലീസ് സ്റ്റേഷനിലേക്കോ? ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? എന്നാ മനസ്സിലാകുന്ന ഭാഷയില്ലേ ഞാൻ ഇത്തിരി ആംഗ്യം കാണിക്കാം. അണ്ണൻ വന്ന് കൊണ്ടുപോയെന്നാ പറഞ്ഞത്. പറമ്പി കിളയ്ക്കാതെ ഇതിനകത്തിരുന്നെങ്കിൽ ആ അണ്ണനെ ഒന്ന് പരിചയപ്പെടായിരുന്നു. ഇനി കുറച്ചു കാലം ഈ കൃഷി ഒന്ന് നിർത്തണം. അമ്മാവൻ എന്താ ഉറങ്ങിയില്ലേ? അനന്തരവനും ഉറക്കം വരുന്നില്ല അല്ലേ? ഗോപികൃഷ്ണനും ഉറങ്ങിയിട്ടില്ല. ഒരുത്തൻ 2 ദിവസത്തേക്കാണെന്ന് പറഞ്ഞ് ടൂറിനെങ്ങാണ്ട് പോയിട്ടുണ്ട്. അവന്റെ കാര്യം എന്താണാവും? അവര് நம்ம லாரி மாமா. ലോറി മാമനോ? അയാളാണോ ഈ ലോറി കണ്ടുപിടിച്ചത്? ஐயோ அது இல்ல, லாரி மாமா நம்ம சொந்தக்காரரு. அவர்தான் எங்க லாரியை ஓட்டிக்கிட்டு இருக்காரு. அப்பா என்ன பறஞ்சாலும் அங்கனையே செய்யும். ആ മാമനെ ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ എന്താ മോളെ ഒരു പണി? மாமா எங்க? ഞാനേ ഒരു സാധനം തരാം, വേണ്ടാന്ന് പറയരുത്. സ്നേഹിക്കേണ്ടത് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്നേഹം തോന്നുമ്പോഴേ എനിക്ക് പനി വരുമാനായി വരയ്ക്കുന്നത്. എനിക്ക് വലിപ്പച്ചെറുപ്പില്ല, സ്നേഹം തോന്നിയ ഒട്ടുമില്ല. ലോറി മാമ, ലോറി മാമ, ലോറി മാമ, ലോറി மாமா. யாரா அவன் என்ன இவ்வளவு அன்பா கூப்பிடுறது? மாமா, நான் தான் ஹரி. மாப்பிள, நான் இங்க இருக்கேன்டா. மாமா, மாப்பிள, மாமா, மாப்பிள, ஐயோ. ലോറി മാമന് ഫുൾ ടാങ്ക് ആവാൻ ഇനി എത്ര കൂടി വേണം? லாரி பாம்பே போகணும், அதனால இது போதும். കട്ട പോകാൻ அப்ப പവളം വീട്ടില ഇല്ല. ഇല്ല. പവിഴം അമ്മയോടൊപ്പം തറവാട്ടിൽ ഉത്സവത്തിന് പോയിരിക്കുക. എനിക്കാണെങ്കിൽ ഓവർ ടൈമും ഓഫീസിൽ നിന്ന് തിരിയാൻ സമയമില്ല. അതല്ലേ ഞാൻ പോവാത്തത്. നല്ല നല്ല അബദ്ധം ആർക്കും പറ്റും. നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയോ കണ്ണപ്പാ? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും പെങ്ങൾക്ക് വിശ്വാസാവില്ല. എങ്കിലും ഇത്തിരി വേദനിച്ചിട്ട് ചോദിക്കുക, പെങ്ങൾക്ക് സ്വന്തം മക്കളെ മാത്രമേ വിശ്വാസമുള്ളൂ അല്ലേ? ഞാൻ വരൂല. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിനക്കറിയില്ലേ? കേറി വാടാ ഇങ്ങോട്ട്. അച്ഛൻ പോയാ ഞാൻ ഇറങ്ങിക്കോളാം. ഇറങ്ങി വരാനാ പറഞ്ഞത്. അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അച്ഛാ. ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ അത് ചെയ്തു എന്നറിഞ്ഞാല് ആ നിമിഷം ഞാൻ ഈ വീടിന് തീ വെക്കും. ഇറങ്ങി വാടാ. എടാ നീ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ? അമ്മ ഇങ്ങോട്ട് വരട്ടെ, നിലയില്ല ചത്തു.
നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി വീഴ്ത്തണോ? സത്യം പറയാ, പെട്ടിട്ടുണ്ടെന്ന് വെച്ച് മക്കളെ ഇങ്ങനെ തള്ളരുത്. നിങ്ങൾ ഒരു തള്ളയല്ലേ തള്ള. സത്യം പറയടാ, നീയാണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. സത്യം പറയടാ, നീ തറവാടിനെ ചതിച്ചോ? അച്ഛനാണ് സത്യം, അത് ഞാൻ ചെയ്തിട്ടില്ല. അവള് നിന്റെ പേര് പറഞ്ഞാലോ? ഞാൻ തൂങ്ങിച്ചാകും. വേണ്ട, ഞാൻ തന്നെ നിന്നെ തൂക്കിക്കൊള്ളാം.